ഇങ്ങനെ ഒരു സ്ത്രീയുടെ ചിത്രം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. നമ്മളിങ്ങനെ കാണുന്ന ഫോട്ടോകൾ എങ്ങനെയാണ് നോക്കി വരയ്ക്കുന്നത്? വളരെ സിമ്പിളായിട്ട് നമുക്ക് പെൻസിൽ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ വരയ്ക്കാമെന്ന് കാണിച്ചു തരികയാണ് ഞാനിവിടെ. വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ കാണുന്ന ചിത്രത്തിൽ നന്നായി നിരീക്ഷിക്കുക. പടിപടിയായുള്ള നമ്മളുടെ പരിശീലനങ്ങൾ നമ്മളുടെ വിരലുകളെ കൂടുതൽ സ്വതന്ത്രമാക്കുന്നു. നമുക്ക് ഏത് ചിത്രവും വരയ്ക്കാൻ സാധിക്കും. അതിനെ നന്നായി ഒന്ന് പഠിക്കുക എന്നുള്ളതാണ്. പലരും പറയാറുണ്ട്, നമുക്ക് വാട്ടർ കളർ ചെയ്യാൻ ഇഷ്ടമാണ്, അക്രിലിക് ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് സ്കെച്ചിങ് ആണ്. എങ്ങനെയാണ് പെൻസിൽ ഉപയോഗിക്കേണ്ടത്? അടിസ്ഥാനപരമായ വരകളിലൂടെ കടന്നുപോയില്ലെങ്കിൽ നമ്മൾ ഇത്തരം വാട്ടർ കളറും അക്രിലിക്കും ഒക്കെ ചെയ്യുന്നതിൽ നമുക്ക് വളരെയധികം പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ ഏതെങ്കിലുമൊക്കെ ചിത്രം നോക്കി വരയ്ക്കേണ്ടതുണ്ട്. അവിടെ ലൈറ്റ് ആൻഡ് ഷാഡോ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അതിനാവശ്യമായ പേഴ്സ്പെക്റ്റീവ് ഒക്കെ നമ്മൾ വരച്ച് ചേർക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ നമ്മൾ തീർച്ചയായിട്ടും സ്കെച്ചിങ് പഠിക്കുക തന്നെ വേണം. അതിനുശേഷമാണ് നമ്മൾ നിറം ചാലിക്കാൻ പഠിക്കേണ്ടത്. അടിസ്ഥാനപരമായിട്ട് സ്കെച്ചിങ് മുതൽ വാട്ടർ കളറും അക്രിലിക്കും ഒക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്. പെൻസിൽ എങ്ങനെയാണ് പിടിക്കേണ്ടത്, ഏതുതരം പെൻസിലുകളാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഏറ്റവും അടിസ്ഥാന തലം മുതലുള്ള ചിത്രകലാ പരിശീലനമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ചിത്രകല ഓൺലൈനായി എന്നാൽ ലൈവ് ക്ലാസ്സുകളിലൂടെ പഠിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കാം. അതുപോലെ തന്നെ നമ്മൾ വളരെ വേഗം വരയ്ക്കുന്ന ചിത്രങ്ങളായതുകൊണ്ട് അതിൽ തന്നെ ഏറ്റവും ലളിതമായ വരകളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് കൊണ്ടും നിങ്ങൾക്കൊക്കെ അത്യാവശ്യം വരയ്ക്കാൻ സാധിക്കുന്ന രീതിയാണത്. ഗഹനമായ ആശയങ്ങളെയോ അല്ലെങ്കിൽ ചിത്രത്തിൽ തന്നെ വളരെയുള്ള ഡീറ്റെയിലിങ്ങോ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ചെറിയ വരകളിലൂടെ, ചെറിയ മാർക്കിങ്ങിലൂടെ നമ്മൾ ഈ ചിത്രം വരയ്ക്കുകയാണ്. ഇവിടെ ഒരു ചിത്രകാരൻ്റെ ചിത്രകലാ പാടവം തെളിയിക്കുകയല്ല, മറിച്ച് ഇത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകണമെന്ന് ഞാൻ ധരിക്കുന്നു. അതുകൊണ്ടാണ് ഏറ്റവും ലളിതമായിട്ട് ഗഹനമായ ഭാഗങ്ങൾ ഒഴിവാക്കി നിങ്ങൾക്ക് വേണ്ടി വരയ്ക്കുന്നത്. നിങ്ങളിങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് വരച്ച് തുടങ്ങിയാൽ നിങ്ങളുടെ കൈകൾ നല്ലതുപോലെ ഫ്രീ ആവും. പിന്നീട് നിങ്ങൾക്ക് ചിത്രങ്ങൾ അനായാസം വരയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിത്രകല പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാം. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരാം. ഒരു മെസ്സേജ് അയക്കുകയോ ഒന്ന് വിളിക്കുകയോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇനിയും ഏറെ ചിത്രങ്ങൾ വരയ്ക്കാനുണ്ട്. ഈ ചിത്രീകരണം ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. അവരോട് വരച്ച് പരിശീലിക്കാനും പറയുക. അങ്ങനെ ആവട്ടെ. ഒരുപാട് ഇഷ്ടം.